അപ്പോൾ സർക്കാരിന്റെ ധൂർത്തിനേറ്റ തിരിച്ചടി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. അതുകൂടി കേൾക്കാം. CPM പ്രവർത്തകരെ വോളണ്ടിയർമാരായിട്ട് DYFI പ്രവർത്തകരെ വോളണ്ടിയർമാരായി നിശ്ചയിച്ചുകൊണ്ടുള്ള നവകേരള സർവേ, എന്നിട്ടത് സർക്കാർ ഏറ്റെടുക്കുന്നു. ഈ വോളണ്ടിയർമാർക്ക് സർക്കാർ പണം കൊടുക്കുന്നു. അപ്പോൾ DYFIക്കാരെ കൊണ്ടും CPMകാരെ കൊണ്ടും സർവേ നടത്തിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ആളുകളിൽ എത്തിക്കാനും നടത്തിയ ശ്രമമാണ്. അതായത് നേട്ടങ്ങളെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ എത്താനും വേണ്ടി നടത്തിയ അതിനെ പ്രതിപക്ഷം അതിശക്തിയായി എതിർത്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് ബജറ്റ് മാനുവലിന്റെ ലംഘനമാണ്, സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ പണം എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.